ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്ര പെട്ടെന്ന് എനിക്കൊരു ജോബായി. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിൽ റിലയൻറ്റ് എനിക്ക് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫാക്കൽറ്റീസ് ആയാലും എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് കൺഫ്യൂഷനായിരുന്നു ഏത് കോഴ്സ് എടുക്കണമെന്ന്. അങ്ങനെ ഞാൻ ലോജിസ്റ്റിക്സിനെ പറ്റി അറിഞ്ഞു. അപ്പം ഒത്തിരി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇത് ചൂസ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന്. അങ്ങനെ റിലയൻറ്റിനെ പറ്റി അറിഞ്ഞു. ഞാൻ ഒന്നാമത് എനിക്ക് പെട്ടെന്നൊരു ജോലി വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ബികോം കഴിഞ്ഞ് അതുമല്ല അന്നേരം നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ലോജിസ്റ്റിക്സിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ചൂസ് ചെയ്തു. ഒന്നാമത്തെ കാര്യം എനിക്ക് ഇൻ്റർവ്യൂവിന് എങ്ങനെ പോകണം അല്ലെങ്കിൽ എങ്ങനെ അത് അറ്റൻഡ് ചെയ്യണമെന്നുള്ള ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതൊക്കെ പിന്നെയാണ് ഒരു ഇൻ്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഗ്രൂം ചെയ്ത് പോകണം എന്നൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത്. അതിന് ക്ലാസ്സസ് ഒക്കെ എടുത്തു തന്നിട്ടുണ്ട്. അതാണ് ഒന്നാമത്തേത്. പിന്നെ എനിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്നിട്ടൊക്കെ മാറി. ഒരുപാട് ഇംഗ്ലീഷ് ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെ തന്നെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. അതൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് സ്റ്റേജ് ഫിയർ ഒക്കെ ഒരുപാട് മാറി. C2C അതൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂസ്, പിന്നെ ഇംഗ്ലീഷ് ക്ലാസ്സസ് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഒത്തിരി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. പിന്നെ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലതായിരുന്നു. അങ്ങനെ എപ്പോഴും പഠിത്തം മാത്രമായിരുന്നില്ല. പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ക്രിസ്മസ് അതുപോലെ തന്നെ ഓണം, അതിനൊക്കെ ദീപാവലി, അങ്ങനെയൊക്കെ അതിനൊക്കെ നല്ല പ്രോഗ്രാംസ് ഒക്കെ ആയിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ വല്ലാർപാട് MIV വെച്ച് ഞങ്ങൾക്ക് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ അവിടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒത്തിരി നമ്മളെ ഹെൽപ്ഫുൾ ചെയ്തു. ഞാൻ കോഴ്സ് കഴിഞ്ഞ് 2 months കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ്സിൽ 2 ഇൻ്റർവ്യൂസ് പ്രൊവൈഡ് ചെയ്തു. അതിൽ 2 ഞാൻ ഷോർട്ട് ലിസ്റ്റായി. ഒരിടത്തുനിന്ന് എനിക്ക് കോൾ വന്നു, പ്ലേസ്മെൻറ്റ് കോൾ വന്നു. അങ്ങനെ എനിക്ക് MDFൽ ഞാൻ പ്ലേസ്ഡ് ആയി.